ഹലോ ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ സെഷൻ ഓഫ് എൻട്രി മോണ്ടിസോറി വീഡിയോ. ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത പോലെ മോണ്ടിസോറി കോർഡിനേറ്റർ ആവാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് അഡീഷണലി വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് മോണ്ടിസോറി കോർഡിനേറ്ററിന് അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ പ്രസൻറ്റേഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കുറേ കുട്ടികൾ ചോദിച്ചു, ടീച്ചറെ പലയിടത്തും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോയപ്പം മോണ്ടിസോറി ടീച്ചറിൻ്റെ വേക്കൻസി സെപ്പറേറ്റ് ഇട്ടേക്കുന്നു, മോണ്ടിസോറി കോർഡിനേറ്ററിൻ്റെ വേക്കൻസി സെപ്പറേറ്റ് ഇട്ടേക്കുന്നു, എന്തായിരിക്കും ഇതിന് കാരണം? നമുക്ക് 2 ക്വാളിഫിക്കേഷൻ വേണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇനി കോർഡിനേറ്റർ ആവാൻ വേണ്ടി വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യണോ? അങ്ങനെയില്ല കേട്ടോ. കോർഡിനേറ്റർ ആവാൻ വേണ്ടി നിങ്ങൾ മോണ്ടിസോറിയുടെയോ അല്ലെങ്കിൽ വേറെ ഒരു കോഴ്സും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താണ് അവർ 2ആയിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മോണ്ടിസോറി കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അണ്ടറിൽ ഒരു 10 to 15 ടീച്ചേഴ്സോളം വരും. So that means you are the boss there to control them or to guide them. Control in the sense അവരെ ഭരിക്കുക എന്നുള്ളതല്ല, പക്ഷേ അവർക്ക് അറിയാത്ത നോളജ് നമ്മൾ അവരിലോട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി, അല്ലേ? സോ അപ്പം നമ്മൾക്ക് അത്യാവശ്യം എന്ത് നമ്മളുടെ കയ്യിലുണ്ടാവണം? എക്സ്പീരിയൻസ് ഉണ്ടാവണം, അല്ലേ? ഒരു മോണ്ടിസോറി കംപ്ലീറ്റ് ചെയ്ത് ചാടിക്കേറി പോയിട്ട് നമുക്കൊരു കോർഡിനേറ്റർ ആവാൻ പറ്റുമോ? വളരെ പോസിബിൾ ആയിട്ടുള്ള ചാൻസസ് കുറവാണ് അതിനകത്ത്. എങ്കിലും നിങ്ങൾ അത്രയും കേപ്പബിൾ ആണ്, നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടെന്ന് ഒരു സ്കൂളിൽ തോന്നിയാൽ എടുക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോണ്ടിസോറി കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ്, അല്ലെങ്കിൽ ഒരു പൊസിഷനാണ്, അല്ലേ? അവിടെ അത്യാവശ്യം നിങ്ങളുടെ എക്സ്പീരിയൻസിനെ അവർ മാനിക്കും. സോ അപ്പം നിങ്ങളൊരു ഫ്രഷർ ആണെന്നുണ്ടെങ്കിൽ അവരതിന് മോണ്ടിസോറി കോർഡിനേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. എന്നാൽ നിങ്ങളൊരു 2 വർഷത്തെ എക്സ്പീരിയൻസിനൊക്കെ അപ്പുറം ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങളെ കൺസിഡർ ചെയ്ത് തുടങ്ങും. സെക്കൻഡ് തിങ് ഇസ്, നമ്മുടെ മോണ്ടിസോറി എടുക്കാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ പറയുന്നത് +2 ആണ്, അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു വലിയ റെപ്യൂട്ടഡ് സ്കൂളിൽ ചെന്നിട്ട് നിങ്ങളുടെ മേളിൽ ഇരിക്കുന്ന പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കോർഡിനേറ്ററിന് +2 ഉള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഡൈജസ്റ്റബിൾ ആയിരിക്കത്തില്ല, അല്ലേ? സോ ചില സ്കൂൾസിന് അത് ഓക്കെ ആയിരിക്കാം, +2 കഴിഞ്ഞ് മോണ്ടിസോറി ചെയ്താൽ നിങ്ങൾക്ക് കോർഡിനേറ്റർ ആയിട്ട് പോകാൻ പറ്റും. എന്നാൽ കൂടുതൽ പ്രിഫറൻസ് കിട്ടുന്നത് ഡിഗ്രി കഴിഞ്ഞ് മോണ്ടിസോറി ചെയ്തവർക്കായിരിക്കും. മോണ്ടിസോറി കോർഡിനേറ്ററൊക്കെ ആയിട്ട് പ്രിഫറൻസ് കൂടുതൽ കിട്ടുന്നത്. ഇനി +2 കഴിഞ്ഞിട്ടും അറൗണ്ട് ഒരു 10 to 15 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് വരുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു സ്കൂളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അവരെ കോർഡിനേറ്റർ ആക്കില്ലേ? സോ ആ ഒരു എക്സ്പീരിയൻസ്, അത്രത്തോളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡസൻറ്റ് മാറ്റേഴ്സ്. അപ്പോൾ അല്ലാതെ ഒരു മോണ്ടിസോറി ടീച്ചറിനോ ഒരു മോണ്ടിസോറി കോർഡിനേറ്ററിനോ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ ഇനി മടിക്കണ്ട. ഈ പറഞ്ഞത് വെച്ചിട്ട് ആരും ഫ്രഷറായിട്ടുള്ള നിങ്ങൾ ആരും കോർഡിനേറ്റർ പൊസിഷന് അപ്ലൈ ചെയ്യാതെയും ഇരിക്കരുത്. ബിക്കോസ് നിങ്ങൾ അത്രയും കേപ്പബിൾ ആണ്, നിങ്ങൾക്ക് അത്രയും കഴിവുണ്ട്, നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ട്, ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാൻ ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ കൺസിഡർ ചെയ്യും. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു മേജർ ഡൗട്ടിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. മോണ്ടിസോറി കോർഡിനേറ്ററിനും മോണ്ടിസോറി ടീച്ചറിനും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ഒൺലി ഡിഫറൻസസ് അവർ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ ബേസിക് ഗ്രാജുവേഷനെ കൺസിഡർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സ്കൂളിൻ്റെ ഒരു ഹെഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. കോർഡിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ദ സെക്ഷൻ ഹെഡ്, അല്ലേ? KG ഹെഡായിട്ടിരിക്കുന്നത് നിങ്ങളായിരിക്കും. അത്യാവശ്യം ലാംഗ്വേജ് നമ്മൾക്ക് വേണ്ടേ? നമ്മളുടെ കുട്ടികളെ കൊണ്ടാക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എന്താണ്? അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു ടീച്ചറായിരിക്കണം അവിടെ ഇരിക്കുന്നത്. ആ ടീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന മാമിനെ നമ്മൾ അതിലും വലിയൊരു പൊസിഷനിലായിരിക്കും കാണുന്നത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ സമൂഹം ഏറ്റവും വലുതായിട്ട് നോക്കിക്കാണുന്നത് അവരുടെ കുട്ടികളിൽ കിട്ടേണ്ട കമ്മ്യൂണിക്കേഷനെയാണ്, ലാംഗ്വേജിനെയാണ്. സോ ഒബ്വിയസ്ലി ഈ കാര്യവും കണക്കിലെടുക്കപ്പെടും. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ ഒരു കമാൻഡിങ് പവർ, ഒരു ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള നിങ്ങളുടെ പവർ. ഇത്രയും കാര്യങ്ങൾ ഒരു കോർഡിനേറ്റർ പൊസിഷനിൽ വരുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാ സ്കൂൾസും നോക്കും. അപ്പോൾ ഇതിൽ പലരും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അയ്യോ, അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞുണ്ടെങ്കിൽ മോണ്ടിസോറി പഠിച്ചിട്ട് കാര്യമില്ലേ? നിങ്ങൾ അമേരിക്കൻ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഒന്നും പറയണ്ട. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് പുറകോട്ടാണെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്യുക അല്ല നിങ്ങൾ വേണ്ടത്. നിങ്ങൾക്ക് പാരലലി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബേസ് ആയിട്ട് നിങ്ങൾക്ക് IELTS ചെയ്യാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ട റെമഡി. എപ്പോഴും ആലോചിക്കുക,
പ്രൊഫഷണൽ ഗ്രോത്ത് വേണം, കരിയറിൽ ഗ്രോത്ത് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പോരായ്മകളെ നമ്മൾ അനലൈസ് ചെയ്ത് അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക. ക്വിറ്റ് ചെയ്തിട്ട് ഓടാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഓക്കെ, സോ ആർക്ക് വേണമെങ്കിലും മോണ്ടിസോറി കോർഡിനേറ്ററും ആവാം, ടീച്ചറും ആവാം, ഓൺട്രപ്രണറും ആകാം. എല്ലാത്തിനും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ സെയിം കാര്യം തന്നെയാണ്. ആൻഡ് 3 other things are your language, your experience and your commanding. So ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.